അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 54. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم لتسألن يومئذ عن النعيم. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്തു തകാസുറിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്, അവസാനത്തെ വചനം. ഇതുവരെ നാം പറഞ്ഞു വച്ചത് ഭൗതിക ബന്ധങ്ങളുടെ പെരുപ്പം കാരണം പരലോകമെന്ന യഥാർത്ഥ ചിന്തയിൽ നിന്ന് നിങ്ങൾ പലപ്പോഴും അശ്രദ്ധരായി പോവുകയാണ്. നാളെ ഒരു ജീവിതമുണ്ടെന്ന കാര്യം ഒട്ടും ആലോചിക്കാതെ ഭൗതിക സുഖങ്ങളുടെ പിറകിൽ പോയി നിങ്ങൾ ലക്ഷ്യം തെറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മരണം വരെ തുടരുമെന്നും, എന്നാൽ ഇത് ശരിയല്ല. നിർബന്ധമായും നിങ്ങൾ യഥാർത്ഥ ചിന്തയിലേക്ക് തിരിച്ചു വരണമെന്നും, നിങ്ങൾക്കറിയാവുന്ന കാര്യത്തിൽ നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നരകം മീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ആ നരകം നിങ്ങളുടെ കൺമുമ്പിൽ കണ്ട് നിങ്ങൾക്കുറപ്പാകാൻ പോകുന്ന ഒരു സമയമുണ്ട്. അന്ന് നിങ്ങളോട് കടുത്ത വിചാരണ ചെയ്യപ്പെടാനിരിക്കുകയാണ്. ആ വിചാരണ നിങ്ങൾ നേരിടണമെന്ന ബോധപൂർവം നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്തേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് അവസാനത്തെ ആയത്ത്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് തീർച്ചയായും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നിങ്ങൾ ഭൂമി ലോകത്ത് സുഖിച്ചു പോയ സുഖാഡംബരങ്ങളെക്കുറിച്ച്. അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കിത്തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദ്യമുണ്ട്. ഈ ഭൗതിക ജീവിതത്തിൽ നാളെ പരലോക ചിന്തയെക്കുറിച്ച് നിങ്ങളെ അശ്രദ്ധരാക്കി കളയാൻ എന്തൊക്കെ കാരണമായിട്ടുണ്ടോ അതേക്കുറിച്ചൊക്കെ നിങ്ങളെ ചോദ്യം ചെയ്യാതെ വിടില്ല. എന്താണ് ഈ പറഞ്ഞത്? നമ്മൾ തിന്നത്, കുടിച്ചത്, അനുഭവിച്ചത് എല്ലാം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നോ? ദീനിനെക്കുറിച്ചൊരു ബോധവുമില്ലാതെ, അല്ലാഹു ഉണ്ടെന്ന ചിന്തയില്ലാതെ, അവന്റെ നിയമവിലക്കുകളെയൊക്കെ കാറ്റിൽ പറത്തി ജീവിച്ചവനാരാണോ അവനാണ് ഈ കടുത്ത വിചാരണ വരുന്നതെന്നും, അതേസമയം അല്ലാഹു നിർബന്ധമാക്കിയ അമലുകൾ ചെയ്യുകയും പരമാവധി സുന്നത്തുകളൊക്കെ ശ്രദ്ധിച്ചു പോരുകയും ഹറാമുകൾ പൂർണ്ണമായി വർജിക്കുകയും ചെയ്ത മനുഷ്യന് ഇത്ര കടുത്ത വിചാരണ നേരിടില്ലെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ രേഖപ്പെടുത്തിയത് കാണാം, എല്ലാവർക്കും ഹിസാബ് ബാധകമാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ലാ തസൂലു ഖദമാ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഅ. ഒരടിമയുടെ കാല് നാളെ അല്ലാഹുവിന്റെ കോർട്ടിൽ വെച്ച്, കോടതിയിൽ വെച്ച് മുന്നോട്ടെടുത്തു വെക്കാൻ സാധിക്കുകയില്ല, ആ കാലനക്കാൻ സാധിക്കുകയില്ല. ഹത്താ യുസ്അല അൻ അർബഅ, 4 കാര്യങ്ങളെക്കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ. 4 വിഷയങ്ങൾക്ക് കടുത്ത വിചാരണ നേരിടാനുണ്ട്. ഏതാണ് ആ 4 വിഷയങ്ങൾ? അൻ ഉംരിഹി ഫീമാ ഫുനാഹ്. 1, അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്, അത് എവിടെയാണ് അവൻ തുലച്ചു കളഞ്ഞത് എന്ന് നാം ഓരോരുത്തരോടും ചോദ്യം ചെയ്യപ്പെടും. വഅൻ ഇൽമിഹി മാ അമില ബിഹി. അതുപോലെ തന്നെ അവന് നൽകിയ അറിവിനെക്കുറിച്ച്, ആ അറിവ് കൊണ്ട് അവൻ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത്, ചെയ്തത് എന്ന് ആ അറിവ് അവൻ ഉപയോഗപ്പെടുത്തിയോ അതോ ദുരുപയോഗം ചെയ്തോ അല്ലാഹു ചോദിക്കാതെ വിടില്ല. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. അല്ലാഹു നൽകിയ സമ്പത്തിനെ കുറിച്ച് അവനോട് അല്ലാഹു ചോദിക്കുകയാണ്, മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. ആ നിനക്ക് നൽകപ്പെട്ട സമ്പത്ത് ഏതു വഴിയിൽ നിന്ന് നീ സമ്പാദിച്ചതാണ്, ഏതു വഴിക്ക് സമ്പാദിച്ചു? ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിച്ചതാണോ? അതല്ല, ഹലാലായ വഴിയിലൂടെ മാത്രം സമ്പാദിച്ചതാണോ? വഫീമാ അൻഫഖ, ഏതു വഴിയിലാണ് നിന്റെ പണം ചെലവഴിച്ചത് എന്നും അല്ലാഹു ചോദിക്കാതെ വിടുകയില്ല. 4-മതായി വഅൻ ജിസ്മിഹി ഫീമാ ബിലാഹ്. നിന്റെ ശരീരത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ നിന്റെ ആരോഗ്യത്തെക്കുറിച്ച്,
എവിടെയാണ് നിന്റെ ആരോഗ്യം നീ നശിപ്പിച്ചു കളഞ്ഞത് എന്ന് അള്ളാഹു ചോദിക്കാതെ വിടുകയില്ല. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾക്കും മറുപടി പറയണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ വിചാരണ വരുന്നുണ്ട്. പക്ഷേ അമലു സാലിഹാത്തുകളെ കൊണ്ട് ജീവിതം ധന്യമാക്കിയവന് ഹിസാബിന്റെ കടുപ്പം കുറയും എന്നു മാത്രമല്ല, ഹിസാബിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുകയും അതിനുശേഷം അവന് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു നമുക്ക് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളും വെള്ളവും വെളിച്ചവും ഭക്ഷണവും ആരോഗ്യവും സമയവും ഇങ്ങനെ തുടങ്ങിയിട്ട് പണവും എന്തൊക്കെ അല്ലാഹു തന്നിട്ടുണ്ടോ അതൊക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന ചിന്ത നമുക്കുണ്ടാവേണ്ടതുണ്ട്. വയറുനിറയെ ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ വയറുനിറയെ ഭക്ഷണം കഴിച്ച ഉടനെ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? നിങ്ങളിപ്പോൾ വയറുനിറയെ ഭക്ഷണം കഴിച്ചില്ലേ, ഇത് ചോദ്യം ചെയ്യപ്പെടില്ലേ എന്ന് റസൂലുള്ളാഹി ചോദിച്ചപ്പോൾ കരഞ്ഞുപോയ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നമുക്ക് പാഠമാണ്. ഉടനെ മുത്തുനബി പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിച്ച ഭക്ഷണം ഛർദ്ദിക്കാനുള്ള ശ്രമത്തിലാണ്, ചോദ്യം ചെയ്യപ്പെടുമെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട തങ്ങളെ. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖെ വിഷമിക്കല്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നല്ല, ഭക്ഷണം കഴിക്കരുത് എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഭക്ഷണം കഴിക്കാവുന്നതാണ്, പക്ഷേ കഴിച്ച ഭക്ഷണത്തിന് നന്ദി പറയാൻ മറക്കരുത്. അതിലേറ്റവും വലിയ നന്ദിയാണ് ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുന്ന ഉടനെ തന്നെ അൽഹംദുലില്ലാഹ് എന്ന കൊച്ചു വാക്ക് പറയുന്നതിലൂടെ നന്ദിയുടെ വലിയ ഒരു ഭാഗം നിങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നമുക്കിത് വലിയ പാഠമാകണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുമ്പം അൽഹംദുലില്ലാ പറയാനും തുടങ്ങുമ്പം ബിസ്മി ചൊല്ലാനുമൊന്നും നമ്മൾ മറക്കരുത്. ഇതിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, ഖുർആൻ ഓതണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അല്ലാഹു അവന്റെ അനുഗ്രഹങ്ങളെ യഥാവിധി ഉപയോഗപ്പെടുത്തുകയും അതിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.